ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഓവൻ വേണ്ട, ക്രീം അതായത് ഫ്രഷ് ക്രീമോ ഡബിൾ ക്രീമോ വിപ്പിംഗ് ക്രീമോ അങ്ങനത്തെ ഒരു ക്രീം ഇല്ലാതെ എന്നാൽ നല്ല ക്രീമി ആയിട്ടുള്ള ഒരു അടിപൊളി കേക്കാണ് നമ്മളൊന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ വലിയ വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കൊച്ചു കേക്കാണ് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാൻ മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ആദ്യം 1/2 കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. ഇത് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. നിങ്ങളുടെ കയ്യിൽ പൊടിച്ച പഞ്ചസാര ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി, ഇതുപോലെ അടിച്ചെടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതാ ഞാൻ പഞ്ചസാര 1/2 കപ്പ് ഇതുപോലെ ഒന്ന് തരികളായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു 30 സെക്കൻഡ് മിക്സിയിൽ അടിച്ചെടുത്താൽ മതിയാവും. അതൊരു ബൗളിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്കിപ്പം ഒലീവ് ഓയിൽ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിക്കാം. ഇനി നമുക്ക് ഈ ഒരു പഞ്ചസാരയും ഓയിലും കൂടെ നന്നായിട്ട് തന്നെ ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു വിസ്കർ വെച്ചിട്ടോ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ദാ നമ്മുടെ ഈ ഒരു രണ്ടും ഓയിലും പഞ്ചസാരയും നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് പാല് ചേർത്ത് കൊടുക്കുക. പാൽ ഇവിടെ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടുള്ള പാലാണ്, അതായത് ഫ്രിഡ്ജിൽ നിന്ന് അകത്തുനിന്ന് എടുത്തിട്ട് നമുക്ക് തണുത്ത പാലൊന്നും ഉപയോഗിക്കരുത് കേട്ടോ. അതിന് ഈ കേക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള കാര്യങ്ങളാണ് എടുക്കേണ്ടത്. അപ്പം ഞാനിവിടെ 1 കപ്പ് തണുപ്പൊക്കെ ആറിയിട്ടുള്ള റൂം ടെമ്പറേച്ചറിലുള്ള പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഈ പാലും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം മിക്സൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ നാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് നാരങ്ങ നീരോ അതിന് പകരം വിനാഗിരി ആണെങ്കിലും ചേർക്കാം. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം. എന്നിട്ട് നമുക്ക് നോക്കാം. ഇതാ 10 മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷമാണ് ഇതിനകത്തോട്ട് നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് ഇവിടെ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മളെടുത്ത് ആ ഒരു മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബൗളിനകത്തോട്ട് നേരിട്ട് പൊടികളൊന്നും ഇടാതെ നമുക്ക് ആദ്യം ഒരു അരിപ്പ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അരിപ്പയിലോട്ടാണ് നമ്മൾ എല്ലാ പൊടികളും കൂടെ ചേർക്കുന്നത്. അപ്പം ഞാൻ ഇന്നിപ്പോൾ ഇവിടെ 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഗോതമ്പ് പൊടിക്ക് പകരം മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് നമുക്ക് ഒരു 1/4 കപ്പ് കസ്റ്റർഡ് പൗഡർ ചേർക്കണം. അതിപ്പോൾ കടകളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും കസ്റ്റർഡ് പൗഡർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് മേടിക്കുക, അതൊരു 1/4 കപ്പ് ചേർക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇച്ചിരി കൂടുതലാണ് വേണ്ടത് നമുക്ക് ബേക്കിംഗ് സോഡേനേക്കാളും. പിന്നെ ഒരു 2 നുള്ളു ഉപ്പ്, മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇത് അരിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഗോതമ്പ് പൊടിക്കകത്തോട്ടൊക്കെ ചെറിയ ചെറിയ കട്ടകളൊക്കെ കിടക്കും. അപ്പോൾ അതൊക്കെ നമ്മുടെ കേക്കിനകത്ത് അരിക്കാതെ നമ്മൾ ഇടുവാണെങ്കിൽ ഈ ഒരു കേക്കിൻ്റെ അകമൊന്നും ഒട്ടും സോഫ്റ്റ് ആയിട്ട് വരത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഞാൻ പിന്നെ മറ്റൊരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ കസ്റ്റർഡ് പൗഡറിനകത്ത് ഇതൊരു വാനില കസ്റ്റർഡ് പൗഡറാണ്. നമുക്ക് പ്ലെയിൻ ആയിട്ട് കസ്റ്റർഡ് പൗഡർ മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ ഫ്ലേവർ ആയിട്ടുള്ളതും കിട്ടും. അപ്പം ഞാനിവിടെ വാനിലയുടെ കസ്റ്റർഡ് പൗഡർ എടുത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ വേറെ വാനില എസൻസ് അങ്ങനെ ഒന്നും ചേർക്കാത്തത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ അപ്പോൾ ഈ ഇളക്കി കൊടുക്കുന്ന സമയം കൊണ്ട് ഒരൊറ്റ കാര്യം പറയാം. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഒരു ഹലോ പറയാൻ പറഞ്ഞിട്ടുണ്ട്. അത് മറ്റാരുമല്ല, വിജയലക്ഷ്മി ജയറാം എന്ന് പറഞ്ഞൊരു ചേച്ചിയാണ് കേട്ടോ. എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ചേച്ചി ഓസ്ട്രേലിയയിലാണ്. ചേച്ചി പ്രത്യേകം അന്വേഷണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിക്ക് ഒത്തിരി താങ്ക്സ് നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നതിലും സപ്പോർട്ട് ചെയ്യുന്നതിലും കേട്ടോ. എൻ്റെ എല്ലാ വീഡിയോസിനും മുടങ്ങാണ്ട് കമൻറ്റ് ചെയ്യുന്ന ഒരു ചേച്ചിയാണ്. അപ്പോൾ ചേച്ചിക്ക് ഒരു ബിഗ് താങ്ക്സും കൂടെ ഉണ്ട്. നമ്മുടെ മിക്സ് ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒത്തിരി ലൂസും അല്ല ഒത്തിരി ടൈറ്റും അല്ലാത്തൊരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ മടക്ക് പോലെ വീഴണം. അതാണ് കേക്കിൻ്റെ ബാറ്ററിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. ഇനി നമുക്കിതൊരു കേക്ക് ടിന്നിലോട്ട് വെച്ച് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഏത് പാത്രമാണ് എടുക്കുന്നത് അതിനകത്ത് നമുക്ക് ആദ്യം അല്പം ഓയിലോ ബട്ടറോ ഒന്ന് തടവി ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കേക്കൊക്കെ പെട്ടെന്ന് വിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇതുപോലെ കേക്ക് ടിൻ തന്നെ വേണം എന്നൊന്നുമില്ല. നിങ്ങളുടെ വീട്ടിൽ നല്ല ചായപാത്രമുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു സ്റ്റീൽ പാത്രമുണ്ട്, ഗ്ലാസ് പാത്രമുണ്ട്, ഇതിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എന്താണെങ്കിലും ഈ പാത്രം ഇതുപോലെ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ഒരു ബട്ടർ പേപ്പറും കൂടെ ആ ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഉണ്ടെങ്കിൽ നല്ലതാണ്. നമുക്ക് ഒട്ടും അടി പിടിക്കാതെ ഈസി ആയിട്ടൊക്കെ നമുക്കത് പറിച്ചെടുത്ത് എടുക്കാം, അടി പിടിക്കാതൊക്കെ. ഇനി ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് തന്നെ എണ്ണ തേച്ച് കൊടുത്താൽ മാത്രം മതിയാവും. ഇനി നമ്മുടെ ബാറ്റർ ഒന്ന് നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം.
അതിനുശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് തട്ടി തട്ടി കൊടുക്കണം. ഇതിനകത്ത് ലെയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ തട്ടുമ്പോൾ നിങ്ങൾക്ക് കാണാം ചെറുതായിട്ട് ഇങ്ങനെ കുമിളകൾ പോലെ പൊട്ടുന്നത് കാണാം. അപ്പോൾ അങ്ങനെ നമ്മുടെ കേക്ക് ടിന്നിലുള്ള ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്യാനായിട്ട് ഞാൻ ഒരു അടിക്കട്ടിയുള്ള ഒരു പാത്രം മൂടി വെച്ചിട്ട് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു പ്രീ ഹീറ്റ് ചെയ്യുന്ന ഒരു പരുവാണ്, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് 5 മിനിറ്റ് കഴിഞ്ഞു. പാത്രമൊക്കെ നല്ല കല്ല് പോലെ നല്ല ചൂടായിട്ട് ഇരിപ്പുണ്ട്. ഞാൻ വെള്ളം തെളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിങ്ങനെ പെട്ടെന്ന് തന്നെ വറ്റിപ്പോയി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു സ്റ്റാൻഡ്, ഒരു വയർ റാക്കോ അങ്ങനത്തെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പാത്രത്തിൻ്റെ ഒന്ന് തിരിച്ചിട്ട് കമഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ ചെയ്യാൻ പറ്റും, ഒരു സ്റ്റാൻഡ് പോലെ. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഒഴിച്ചു വെച്ചിരിക്കുന്ന കേക്ക് ടിൻ വെക്കുക. എന്നിട്ട് മൂടി വെച്ച് നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിനകത്തോട്ട്, അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് ലോയിലോട്ട് മാറ്റണം. അപ്പം അതിന് മുൻപ് ഇപ്പം നിങ്ങൾ എടുക്കുന്ന മൂടികയ്ക്ക് ഇതുപോലെ ഓട്ട ഉള്ളതാണെന്നുണ്ടെങ്കിൽ, അതായത് ആവിയൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഓട്ടയാണത്. അപ്പം അതൊന്ന് മൂടി വെക്കണം, എങ്കിലാണ് ബേക്കിംഗ് നമ്മൾ ഓവൻ്റെ ഒക്കെ ആ ഒരു ഇത് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ഇതൊരു 25 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പം അതവിടെ ഇരിക്കട്ടെ. അപ്പം അത് ബേക്ക് ചെയ്യുന്ന നേരം കൊണ്ട് നമുക്ക് ക്രീം, ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് ക്രീം ഉപയോഗിക്കുന്നില്ല, പകരം മറ്റൊരു കാര്യമാണ് ചെയ്യുന്നത്. നമ്മൾ അതിനൊരു ബൗൾ എടുക്കുക. ഇതിനകത്തോട്ട് നമ്മുടെ നേരത്തെ നമ്മളെടുത്ത കസ്റ്റർഡ് പൗഡർ തന്നെ ഒരു 5 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒപ്പം 1 കപ്പ് പാലും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതും ഈ പറഞ്ഞ പോലെ റൂം ടെമ്പറേച്ചറിലൊക്കെ ഉള്ള പാലാണ്. ഇനി ഈ പാലും കസ്റ്റർഡ് പൗഡറും കൂടെയാണ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിനകത്തുള്ള ഈ കസ്റ്റർഡ് പൗഡറിൻ്റെ ഒരു ക്രീം ഉണ്ടാക്കുന്നുണ്ട്. ആ ക്രീമാണ് നമ്മളിന്നൊരു വിപ്പിംഗ് ക്രീമിന് പകരം ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് അടിയിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും കേട്ടോ. ഈ കസ്റ്റർഡ് പൗഡർ ഈ കോൺഫ്ലവറിൻ്റെ ഒക്കെ പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇളക്കി കൊണ്ടേയിരിക്കുക. അങ്ങനെ ഈ ഒരു പരുവത്തിനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പാൻ അടുപ്പത്ത് വെക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് ഞാൻ 500 ml 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും റൂം ടെമ്പറേച്ചറിലുള്ള ഫുൾ ഫാറ്റ് മിൽക്കാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ പാൽ ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. അത് കഴിയുമ്പോഴാണ് നമ്മൾ ആ കസ്റ്റർഡിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതാ പാലൊന്ന് ചൂടാവട്ടെ. അപ്പോൾ പാലൊക്കെ ഞാനൊന്ന് നോക്കിയപ്പോൾ പാലൊക്കെ ചെറുതായിട്ട് ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഫ്ലെയിം ലോവിലോട്ട് മാറ്റാൻ മറക്കരുത്. ഏറ്റവും സിമ്മിലിടുക. അതിനുശേഷം ഈ ഒരു കസ്റ്റർഡ് മിക്സ് ഒഴിക്കണം. പക്ഷേ കസ്റ്റർഡ് മിക്സ് ഒഴിക്കുന്നതിന് മുൻപ് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ പൊടിയെല്ലാം താഴെ ഇങ്ങനെ അടിഞ്ഞു കിടക്കും. അപ്പോൾ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇടാൻ മറക്കരുത് കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കുറുകി വരും. ഇനി നമുക്കിതൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കുക. എന്നിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം. നമുക്കറിയാലോ കസ്റ്റർഡിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. അതിനേക്കാളും ഇച്ചിരി കട്ടിയായിട്ടാണ് ഞാനിന്ന് ഇവിടെ കുറുക്കിയെടുക്കുന്നത്. കാരണം നമ്മളതൊരു ഫ്രോസ്റ്റിംഗ് ക്രീമൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. കാരണം നമ്മൾ കേക്കിനകത്ത് പ്രത്യേകിച്ച് ചേർത്തില്ലായിരുന്നു ആ ഒരു കസ്റ്റർഡ് പൗഡറിലുള്ളത് കൊണ്ട്. പക്ഷെ ക്രീമിന് ഇച്ചിരിയും കൂടെ വാനില ഉണ്ടെങ്കിലാണ് ടേസ്റ്റ് വരിക. അപ്പോൾ അങ്ങനെ ഇത്രയേ ഉള്ളൂ. ഇളക്കിക്കൊണ്ടേയിരിക്കുക. എനിക്കിവിടെ ഒരു 5 മിനിറ്റിനകത്തൊക്കെ മീഡിയം ഫ്ലെയിമിൽ ഞാൻ ഇളക്കിക്കൊണ്ടേ ഇരുന്നപ്പം ഈ ഒരു അവസ്ഥയിലോട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ പഞ്ചസാര ചേർത്തിട്ടില്ലായിരുന്നു. ഞാൻ ഇപ്പോഴാണ് പഞ്ചസാര ചേർക്കുന്നത്. ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇത് പൊടിച്ച പഞ്ചസാരയൊന്നുമല്ല, തരികളോട് കൂടിയിട്ടുള്ള പഞ്ചസാരയാണ്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കാം. എന്നിട്ട് ഇത് കുറച്ചും കൂടെ ഒന്ന് കുറുകട്ടെ, അന്നേരം നമുക്ക് നിർത്താം. അങ്ങനെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് ചൂടോട് കൂടെ തന്നെ ഒന്ന് മാറ്റി ഒഴിക്കണം. അപ്പോൾ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ടൊന്നത് മാറ്റി ഒഴിക്കാം. ഇനി ചെയ്യാനുള്ളത്, നമുക്ക് ഈ ചൂടോടെ കൂടെ തന്നെ ഈ ഒരു കസ്റ്റർഡ് ക്രീം നമുക്കൊരു സ്പൂൺ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു വിസ്കർ വെച്ചിട്ടോ ഒരു കണ്ടിന്യൂസ് ആയിട്ടൊന്ന് അടിച്ചടിച്ച് കൊടുക്കുക. നമ്മൾ തൈരൊക്കെ അടിക്കത്തില്ലേ, അതേപോലെ അടിച്ചു കൊടുക്കുക. ഇങ്ങനെ അടിക്കുമ്പോഴാണ് നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടുക. അപ്പം ഞാൻ സമയം എടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്ത് നന്നായി സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോഴും നല്ല ചൂടുണ്ട്. അപ്പോൾ അത് ചൂടാറട്ടെ. അപ്പോൾ അതിനായിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പിൽ തന്നെ അത് വെക്കാം. ചൂടാറി കഴിഞ്ഞിട്ട് നമുക്കൊന്നും കൂടി ഇതൊന്ന് അടിക്കണം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മുടെ കേക്ക് എന്താണെന്ന് നോക്കാം, എന്തായിന്ന് നോക്കാം. ഇപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ കേക്കൊക്കെ നല്ല സൂപ്പറായിട്ടും പെർഫെക്റ്റ് ആയിട്ടും വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു പ്രശ്നം എനിക്ക് വന്നത്, ഞാൻ എടുത്ത പാത്രം ഇച്ചിരി വലുതായിപ്പോയി. എൻ്റെ കയ്യിൽ ഇതിനേക്കാളും ചെറിയതായിട്ടുള്ള പാത്രം ഇല്ലായിരുന്നു കേക്ക് ടിന്. അപ്പോൾ അതുകൊണ്ടാണ് പാത്രം വലുതായി പോയി. കേക്ക് അതുകൊണ്ട് കുഞ്ഞിതായും പോയി. അപ്പോൾ ഞാൻ ഒരു സ്ക്യൂരൊക്കെ വെച്ച് കുത്തിയെടുത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് കൗണ്ടർ ടോപ്പിലോട്ട് ചൂട് ആറാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. നമ്മുടെ കസ്റ്റർഡ് നന്നായിട്ട് ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഇനി ചൂടാറി കഴിയുമ്പോൾ കണ്ടോ, ഇത് ഇച്ചിരി ഒന്ന് കട്ടിയാവാൻ തുടങ്ങും. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് നേരത്തെ ചെയ്ത പോലെ ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് സമയം എടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കുക.
ഇതാ അപ്പം നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിനകത്ത് ഒരു 2 മണിക്കൂറെങ്കിലും വെക്കണം, എങ്കിലാണ് ഇതൊന്ന് സെറ്റായി വരത്തുള്ളൂ. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, ഫ്രീസറിലല്ല. അപ്പോൾ നമുക്ക് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം. ഇതാ അപ്പോൾ ഇവിടെ 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് തൊട്ട് നോക്കാം എങ്ങനെയാണ് ഇരിക്കുന്നതെന്നുള്ളത്. ഇതാ കണ്ടോ, ഈ ഒരു രീതിയിൽ അതിങ്ങനെ കട്ട പോലെ ഇരിക്കും. അപ്പോൾ ഇത് കാണുമ്പോൾ ആരും ടെൻഷൻ ആക്കണ്ട, അയ്യോ ഇതെങ്ങനെയാണ് ഇതൊരു ഫ്രോസ്റ്റിംഗ്, ഇതൊരു വിപ്പിംഗ് ക്രീമായിട്ട് മാറാമെന്നൊന്നും ചിന്തിക്കേണ്ട. ഇതിങ്ങനെ തന്നെയാണ്. ഇനി നമ്മൾ ഇത് ഒന്നും കൂടെ നന്നായിട്ട് തന്നെ ആ സ്പൂണോ വിസ്കർ വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇത് നിങ്ങൾ എത്രത്തോളം അടിക്കുന്നോ അത്രത്തോളം അത് നല്ല ആ ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് വരും. ഇതാ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ഫ്രിഡ്ജിനകത്ത് നിന്ന് എടുത്തതും ഇപ്പോഴത്തെയും ആ ഒരു കൺസിസ്റ്റൻസി നോക്കിക്കേ, രണ്ടും വെവ്വേറെ അല്ലേ. ഇതാ ഇപ്പം സ്പാച്ചിലയിൽ നിന്ന് എടുത്ത് ഞാൻ താഴോട്ടാക്കുമ്പോഴത്തേക്ക് അത് പോണൊന്നുമില്ല, നല്ല സ്റ്റിഫായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതൊരു പൈപ്പിംഗ് ബാഗിനകത്തോട്ട് മാറ്റണം. ഞാനിവിടെ 2 രീതിയിൽ 2 പൈപ്പിംഗ് ബാഗ് എടുക്കുന്നുണ്ട്. ഒന്നൊരു സാധാരണ പൈപ്പിംഗ് ബാഗാണ്, പൈപ്പിംഗ് ബാഗ് അല്ല, ഒരു പൈപ്പിംഗ് ബാഗ് എന്ന് തന്നെ പറയാം, നോസിലില്ലാന്നേ ഉള്ളൂ. അപ്പം ഈ പൈപ്പിംഗ് ബാഗിനകത്തോട്ട് ആദ്യം ഇട്ട് കൊടുക്കുക. അതെന്തിനാണെന്ന് ഞാൻ പുറകെ പറയാം. അപ്പോൾ ഇതൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഫില്ലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ടുണ്ട്. ഇത് നോസിലുള്ള പൈപ്പിംഗ് ബാഗാണ്. ഇതിനകത്ത് നമുക്കൊന്ന് ഡിസൈൻ ചെയ്യാനായിട്ടാണ് മറ്റൊരു പൈപ്പിംഗ് ബാഗ്. അപ്പോൾ ഇതിനകത്തും ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ പൈപ്പിംഗ് ബാഗും 2 അവിടെ ഇരിക്കുന്നുണ്ട്. ഇനി നമ്മുടെ കേക്ക് നമുക്ക് സൈഡിൽ നിന്നൊക്കെ ഞാനൊന്ന് ചെറുതായിട്ട് കൈയൊക്കെ വെച്ച് ഒന്ന് വിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിനകത്തോട്ടോ അല്ലെങ്കിൽ നിങ്ങൾ കേക്ക് സെർവ് ചെയ്യാൻ പോകുന്ന പ്ലേറ്റിനകത്തോട്ടോ ഒന്ന് തിരിച്ചിടാം. കേക്കിന് ഒരു കുഴപ്പമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട്. ഓവൻ ഇല്ലാന്ന് ഓർത്ത് ആരും വിഷമിക്കേണ്ട. കണ്ടില്ലേ നമ്മുടെ കേക്കൊക്കെ എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്നുള്ളത്. കുറേ പേര് കംപ്ലൈൻറ്റ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വിഷമം പറയുന്നത് കേട്ടിട്ടുണ്ട്, ഓവൻ ഇല്ല. പക്ഷെ ഓവൻ ഇല്ലാതെ നമുക്ക് ഇതുപോലെ മണലൊന്നും ഇടേണ്ട കാര്യമൊന്നുമില്ല. അല്ലാതെ തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള നല്ല അടിക്കട്ടിയുള്ള ഒരു പാത്രം ഇതിന് വേണ്ടി അങ്ങ് മാറ്റി വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ആ പാത്രം പിന്നീട് ഉപയോഗിക്കാൻ കൊള്ളത്തില്ല, തീയിലൊക്കെ ഇരിക്കുന്നതായതുകൊണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഒരു പാത്രം മാറ്റി വെക്കുക എന്ന ഒരു കാര്യം മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് കണ്ടോ, നല്ല സൂപ്പറായിട്ട് ഇരിക്കുന്നില്ലേ, നല്ല സ്പോഞ്ചി ആയിട്ടും. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷെ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന എന്നോട് ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു, ഈ ക്രീമൊന്നും ഇല്ലാതെ, വിപ്പിംഗ് ക്രീമോ ഫ്രഷ് ക്രീമോ ഒന്നും ഇല്ലാതെ എങ്ങനെയാണ് നമുക്ക് സാധാരണ ബീറ്ററൊന്നും ഇല്ലാതെ ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ഇനി ചെയ്യാനുള്ളത്, നമ്മൾ ആദ്യം ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള പൈപ്പിംഗ് ബാഗ് ഒന്ന് കുറച്ചങ്ങ് കയറി തന്നെ വെട്ടിക്കോ. ഇതേപോലെ വെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ മേലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്ത് ഒരു സ്പാച്ചുലായോ ഒരു കത്തി വെച്ചിട്ടോ നമുക്കിതൊന്ന് തേച്ചൊക്കെ കൊടുക്കണം. അപ്പം ഞാൻ പറ്റുന്ന പോലെയൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെയൊക്കെ ഒരു അഭിരുചി അനുസരിച്ചും കഴിവനുസരിച്ചും ഒക്കെ നമുക്ക് ഡിസൈനൊക്കെ ഇഷ്ടം പോലെ ആക്കിയെടുക്കാം കേട്ടോ. ഇത് വളരെ സിമ്പിളായിട്ട് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ഇനി ഞാൻ മറ്റേ ഒരു പൈപ്പിംഗ് ബാഗ് നമ്മൾ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പൈപ്പിംഗ് ബാഗിലത്തെയും കൂടെ നമുക്ക് ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിനകത്ത് ഇതൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പം ഞാൻ അതും ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഇനി ഈ പറഞ്ഞ പോലെ കസ്റ്റഡിൽ നിങ്ങൾക്ക് കുറച്ച് കളേഴ്സ് എന്തെങ്കിലും ചേർക്കുവാണെങ്കിൽ നല്ല ഭംഗിയുള്ള കളറിൽ എടുക്കാം. ഇതിപ്പോൾ കാണുമ്പോൾ നമുക്ക് ക്രീമാണെന്ന് തന്നെ തോന്നത്തുള്ളൂ, കാരണം ക്രീമിൻ്റെ അതേ ടെക്സ്ചർ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇച്ചിരി കൂടെ കളേഴ്സ് പല കളറൊക്കെ ചേർക്കുവാണെങ്കിൽ ഇച്ചിരി കൂടെ ഭംഗിയാണ്. ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചെയ്യാം. അപ്പോൾ ഇതാ ഞാനതൊന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനിതിൻ്റെ ഈ താഴ്ഭാഗത്ത് ആ ചുറ്റും ഞാനിതുപോലെ ഒരു ഡിസൈൻ ഇതേ വെച്ചിട്ട് തന്നെ, ഞാൻ നോസിലൊന്നും മാറ്റുന്നില്ല, ഇത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഡിസൈൻ ചെയ്തെടുക്കുന്നത്. ഇനി ഞാൻ ഇതിൻ്റെ മേലെ ആ നടുക്കത്തെ ഭാഗത്തിലും ഇതുപോലെ ഫുള്ളും ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. എത്രത്തോളം നിങ്ങൾക്ക് ഫില്ല് ചെയ്തെടുക്കാൻ പറ്റുന്ന അത്രത്തോളം ഭംഗിയുണ്ട് കേട്ടോ. ഇത് ഒത്തിരി റോസസ് ഒക്കെ വെച്ച പോലെ നമുക്കൊരു ഫീല് കിട്ടും. പക്ഷെ ചെയ്യുന്ന സമയത്ത് നമ്മളിത് കൈ എടുക്കുന്ന സമയത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊക്കി എടുക്കുവാണെങ്കിൽ ഒരു കുനിപ്പ് പോലെ നമുക്ക് കിട്ടും. അത് ഇച്ചിരി ഭംഗിയാണ് കാണാനായിട്ട്. അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇനി പൈപ്പിംഗ് ബാഗ് ഇല്ലയെന്ന് ഓർത്ത് ആരും വിഷമിക്കേണ്ട. നമ്മുടെ വീട്ടിലൊക്കെയുള്ള പ്ലാസ്റ്റിക് കവറിനകത്ത് അല്ലെങ്കിൽ മിൽമ പാക്കറ്റ് ഉണ്ടല്ലോ, ആ പാല് മേടിക്കുന്ന പാക്കറ്റ്, അതിനകത്ത് അതിൻ്റെ കോർണറിൽ ചെറിയൊരു കട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിനകത്ത് അങ്ങനെയാണെങ്കിലും ആക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഞാൻ ഇതിൻ്റെ മേലെ അല്പം ചെറി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ടൂട്ടി ഫ്രൂട്ടി ഒന്നും കിട്ടാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ പിന്നെ ഞാൻ പണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു തണ്ണീർമത്തനൊക്കെ വെച്ചിട്ട്. ഇപ്പോൾ അത് ഇച്ചിരി പണി കൂടുതലായതുകൊണ്ട് ഞാനത് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡെക്കറേഷൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിപ്പം സ്പ്രിങ്കിൾസ് ഒക്കെ ആണെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിൽ അതിപ്പോൾ ഇല്ല. അപ്പോൾ ഇനി നമുക്ക് പറ്റുന്ന പോലെ ഞാൻ ഈ ഒരു ചെറിയൊക്കെ ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടും സിമ്പിളായിട്ടും ഉണ്ടാക്കാവുന്ന
പോകുന്ന ഒരു കേക്ക് കണ്ടില്ലേ. ഇപ്പം ഇതിന് വേണ്ടി വിപ്പിംഗ് ക്രീമോ കടയിലോട്ട് ക്രീമോ മേടിക്കാനൊന്നും പോകണ്ട. ഒരു കസ്റ്റർഡ് പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്കും സൂപ്പറാണ്, നമ്മുടെ ക്രീമും സൂപ്പറായിട്ട് നമുക്ക് കിട്ടും. അപ്പം ഇനി ഇതൊന്ന് മുറിച്ച് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ അകവും അതുപോലെ തന്നെ ആ ഒരു ക്രീമിൻ്റെ ഒരു ടെക്സ്ചറും ഇരിക്കുന്നതെന്നുള്ളത്. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ കേക്കിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റ്, നല്ല സ്പോഞ്ചും ആണ്. പിന്നെ ഇത് കഴിക്കാൻ ആ ഒരു കസ്റ്റർഡിൻ്റെ ക്രീമും കൂടി ആകുമ്പോഴത്തേക്കും എക്സ്ട്രാ സ്പെഷ്യലാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.